ചെമ്പനീർ പൂവിന്റെ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി സൂപ്പർ അപ്കമിംഗ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ സച്ചി അവന്റെ കൂട്ടുകാരോടൊപ്പം തന്നെ ഒരു വലിയ ടാക്സി കമ്പനി തുടങ്ങാൻ തീരുമാനിച്ചു. അങ്ങനെ പാർലർ അമ്മയെ കടത്തിവെട്ടിട്ട് വലിയൊരു ബിസിനസ് മാൻ ആവാനുള്ള പ്ലാനിലാണ് സച്ചി. പിന്നീട് അങ്ങനെ കുറേയധികം സീറ്റ്സ് ഒക്കെ വാങ്ങിക്കൊണ്ടതിന് സച്ചി വീട്ടിലേക്ക് തിരികെ എത്തുന്നുണ്ട്. രേവതിയുടെ കയ്യിലേക്ക് അത് കൊണ്ടുവന്ന് കൊടുത്തുകൊണ്ടതിന് സച്ചി പറഞ്ഞിട്ട്, രേവതി, നീ ഈ സ്വീറ്റ്സ് നമ്മുടെ വീട്ടിലെല്ലാവർക്കും കൊടുക്ക്. നമ്മുടെ ലൈഫിൽ ഇനി നല്ലൊരു ഹാപ്പി മൊമെന്റ്സ് തന്നെ നടക്കാൻ പോവാണ്. അന്നേരം രേവതി ചോദിക്കുന്നത്, എന്താ സച്ചിയേട്ടാ ഇത്? എന്താ ഇന്ന് ഇത്ര വലിയ സന്തോഷം? ഇന്നെന്താ സവാരിക്ക് കൂടുതലധികം ക്യാഷ് കിട്ടിയോ? അന്നേരം സച്ചി പറഞ്ഞിട്ട്, ഏയ് അതൊന്നുമല്ല രേവതി, നമ്മുടെ ലൈഫിൽ ഇനി അടുത്ത സ്റ്റെപ്പ് എടുക്കാൻ പോവാണ് ഞാൻ. അങ്ങനെ രേവതി സ്വീറ്റ്സ് കൊടുക്കുന്ന സമയത്തിന് എല്ലാവരും സ്വീറ്റ്സ് കഴിക്കാൻ വേണ്ടിയിട്ട് സച്ചി ആവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ അതും കണ്ടുകൊടുത്തിട്ട് ചന്ദ്രമതി പറയുന്നുണ്ട്, ഇവന് ഇനി ഇവന്റെ ലൈഫിൽ എന്ത് സ്റ്റെപ്പ് വെക്കാനാ? ഇനി ആരെങ്കിലും തട്ടിയിട്ട് ഇവൻ അകത്ത് പോവാനായിരിക്കും ഇവന്റെ പ്ലാൻ എന്നൊക്കെ പറഞ്ഞുകൊടുത്തിട്ട് ചന്ദ്രമതി കളിയാക്കി സംസാരിക്കും. അല്ലാതെ പിന്നെ ഈ ഗുണ്ടയുടെ ജീവിതത്തിലേക്ക് മറ്റെന്ത് സ്റ്റെപ്പ് വരാനാന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ചന്ദ്രമതി ഇങ്ങനെ സച്ചിയെ കളിയാക്കി ചിരിക്കാണ്. ഇത് കേൾക്കുന്ന സമയത്തിന് രവീന്ദ്രൻ അങ്ങ് വല്ലാതാവും. രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട്, ചന്ദ്ര, സച്ചി പറഞ്ഞത് കേട്ടില്ലേ? അവന്റെ ലൈഫിൽ ഇനി അടുത്ത സ്റ്റെപ്പായിട്ട് എന്തോ നല്ലത് വരാൻ പോവാണെന്ന്. ആ സമയത്ത് നീ എന്തിനാ ഇങ്ങനെ മോശപ്പെട്ട കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത്? നീ ഒന്ന് ചുമ്മാതിരിക്ക് ചന്ദ്ര എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് രവീന്ദ്രൻ ചന്ദ്രമതിയോട് മിണ്ടാതിരിക്കാൻ പറയും. അന്നേരം സച്ചി പറഞ്ഞിട്ട്, അമ്മേ, നിങ്ങൾ സ്വീറ്റ്സ് കഴിക്ക്. അച്ഛാ, നിങ്ങളെടുക്ക്. അമ്മ പറയുന്നതൊക്കെ വിട്ടേക്കച്ചാ. അമ്മ എന്നെ ഈ പറയുന്നത് ഇത് പുതിയ സംഭവമൊന്നുമില്ലല്ലോ, ഞാൻ എപ്പോഴും കേൾക്കുന്നതല്ലേ. അന്നേരം രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട്, എന്താടാ കാര്യം? ഞങ്ങളെ കൊണ്ട് നീ എന്തിനെങ്ങനെ മധുരം കഴിപ്പിക്കുന്നത് എന്ന് ചോദിക്കുന്ന സമയത്തിന് സച്ചി പറഞ്ഞിട്ട്, ആദ്യം മധുരം കഴിക്കാച്ചാ, അതിനുശേഷം രേവതി നീയും എടുക്കുന്നൊക്കെ പറയും. അങ്ങനെ എല്ലാവരും മധുരം കഴിച്ചതിന് ശേഷം സച്ചി പറഞ്ഞിട്ട്, അച്ഛാ, ഒരു സന്തോഷപ്പെട്ട കാര്യം അറിയിക്കാനാണിത്. ഞാനും എന്റെ കൂട്ടുകാരനും ചേർന്നിട്ട് വലിയൊരു കോൾ ടാക്സി കമ്പനി തുടങ്ങാൻ പോവാണ്. അതിനുള്ള പ്ലാനൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത ആഴ്ചയാണ് ഉദ്ഘാടനം. ഞാൻ ഇങ്ങനെ കുറേയധികം ടാക്സി ഓടിയിട്ട് എനിക്ക് എത്ര സമ്പാദിക്കാൻ പറ്റും? അതിനൊക്കെ ഒരു ലിമിറ്റില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു കോൾ ടാക്സി കമ്പനി തുടങ്ങിയിട്ട് കുറേ അധികം സമ്പാദിക്കാൻ ഞാനും തീരുമാനിച്ചാന്നൊക്കെ പറയാട്ടോ സച്ചി. എന്നാൽ സച്ചിയുടെ ഈ ഒരു തീരുമാനം കേട്ടുകൊണ്ടതിന് ചന്ദ്രമതിയും ശ്രുതിയും ആകെ അങ്ങനെ ഷോക്കായി നിൽക്കുകയാണ്. ശ്രുതിക്കങ്ങ് ദേഷ്യം വരട്ടെ. ശ്രുതി പറഞ്ഞിട്ട്, അമ്മ കേട്ടില്ലേ? 4ാം ക്ലാസ് വരെ പഠിച്ച മാത്രം ഇവനിതേ വലിയൊരു കമ്പനി തുടങ്ങാൻ പോവാണെന്ന്. ഇതിലും വലിയൊരു തമാശ ഇനി എന്റെ ജീവിതത്തിൽ കേൾക്കാനില്ല. ഇവനെങ്ങാനും കമ്പനി തുടങ്ങിയാൽ പിന്നെ അത് തുടങ്ങിയ നിമിഷം തന്നെ അങ്ങ് പൂട്ടിപ്പോകുമെന്നൊക്കെ പറഞ്ഞ് ശ്രുതി അങ്ങ് കളിയാക്കി ചിരിക്കുകയാണ് സച്ചിനെ. അന്നേരം സച്ചിക്കങ്ങ് ദേഷ്യം വരോട്ടെ. സച്ചി പറഞ്ഞിട്ട്, എടാ ഓട്ടുകാലി, നീ ഒന്ന് നിർത്തുന്നുണ്ടോ? നീ കുറേ അധികം പഠിച്ചവനായിരിക്കും, പക്ഷേ എനിക്കതിനേക്കാൾ വിവരമുണ്ടടാ. 4ാം ക്ലാസ് വരെ പഠിച്ചെങ്കിൽ പോലും എനിക്ക് വലിയ കമ്പനിയൊക്കെ റൺ ചെയ്യാൻ പറ്റും. അന്നേരം ചന്ദ്രമതി കളിയാക്കിക്കൊണ്ട് തന്നെ പറഞ്ഞു, അവനൊരു കമ്പനി തുടങ്ങാൻ പോകുന്നു. അങ്ങനെ വലിയ കമ്പനി തുടങ്ങാനൊക്കെ ഇവന്റെ കയ്യിൽ എവിടുന്നാ പണം? സുധീരെ പോലെ ഇവൻ അങ്ങനെ വലിയ കാശുകാരനൊന്നും അല്ലല്ലോ. ഇവൻ ഇത്ര കാലം കോടികളല്ലേ കാറോടിച്ച് സമ്പാദിച്ചു വെച്ചിരിക്കുന്നത്. പിന്നെ ഈ പൂക്കാരെ കല്യാണം കഴിച്ചുകൊണ്ട് വരുമ്പോൾ ഇവൻക്ക് കോടികളധികം സ്ത്രീധനം കിട്ടിയിട്ടില്ലേ? രവിയേട്ട, ഇവന്റെ തലക്ക് കാര്യമായിട്ട് എന്തോ തകരാറുണ്ട്. കാൽ കാശിന് പോലും ഗതിയില്ലാത്തവനെങ്ങനെ വലിയ കമ്പനി തുടങ്ങാനാന്നൊക്കെ ചോദിച്ചു കൊടുത്തിട്ട് ചന്ദ്രമതി സച്ചി എങ്ങനെ കളിയാക്കി ചിരിക്കാണ്. അന്നേരം സച്ചി പറഞ്ഞിട്ട്, എന്റെ അച്ഛ, അമ്മയ്ക്ക് ഇപ്പോഴും എന്നെ വിശ്വാസമില്ലാത്തതുപോലെയാണ് അമ്മ ഈ സംസാരിക്കുന്നത്. എന്റെ കയ്യിൽ ഒരു പക്ഷേ കോടികളൊന്നും ഇല്ലായിരിക്കും. എന്നാൽ എന്റെ ഫ്രണ്ടിന്റെ കയ്യിൽ ഇഷ്ടം പോലെ കാശുണ്ടച്ച. അവനിപ്പോ ഗൾഫിൽ നിന്ന് വന്നവരാണ്, അല്ലാതെ എന്റെ കൂടെ കാർ ഓടിക്കുന്ന കൂട്ടുകാരനൊന്നുമല്ല. കമ്പനി തുടങ്ങാനുള്ള മുഴുവൻ കാശും അവൻ തന്നെ എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്നെ പാർട്ട്ണറാക്കിയതിന് പകുതി ഷെയർ എനിക്കും തരാമെന്നും അവന് പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം കേൾക്കുന്ന സമയത്തിന് രേവതിക്ക് ഒരുപാടധികം സന്തോഷമായിരിക്കും. സന്തോഷം കൊണ്ട് തന്നെ രേവതി, നേരാണ് സച്ചിയേട്ടാ ഈ പറയുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് തന്നെ അതിൽ നിന്നും ഒരു സ്വീറ്റ്സ് എടുത്തുകൊണ്ട് തന്നെ രേവതി നേരെ സച്ചിയുടെ വായിലേക്ക് അങ്ങ് വെച്ചു കൊടുക്കും. ഇത് കേട്ട് രവീന്ദ്രൻ പറഞ്ഞിട്ട്, എന്തായാലും സച്ചി, ഈ അച്ഛൻ ഒരുപാടധികം സന്തോഷമായി. ഇതൊന്നും കേട്ടിട്ട് എനിക്കൊരിക്കലും വിശ്വസിക്കാൻ പറ്റുന്നില്ല. അന്നേരം സച്ചി പറഞ്ഞിട്ട്, അതെ അച്ഛാ, ഇതെല്ലാം നേരാണ്. ഇന്ന് തന്നെ അതിനുള്ള പേപ്പേഴ്സ് എല്ലാം തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എന്നാൽ സച്ചിക്കൊരു നല്ല കാലം വരാൻ പോവുകയാണല്ലോ എന്നൊക്കെ ചിന്തിച്ച് ഒട്ടും തന്നെ വിശ്വസിക്കാൻ കഴിയാതെ ആകെങ്ങനെ സ്റ്റെക്ക് ആയതുപോലെ നിൽക്കുമായിരിക്കട്ടെ ശ്രുതി പറഞ്ഞിട്ട്, എന്താ ശ്രുതി ഇത്? ദേ കണ്ടില്ലേ, സച്ചി ഇപ്പൊ നമ്മളെക്കാൾ വലിയവനാവാൻ പോകുന്നു എന്ന്. അന്നേരം ശ്രുതിയെ സമാധാനപ്പെടുത്തിക്കൊണ്ട് തന്നെ ശ്രുതി പറഞ്ഞിട്ട്, നീ പേടിക്കേണ്ട ശ്രുതി, അതൊന്നും നടക്കാൻ പോകുന്നില്ല. അവനൊന്നും ബിസിനസ് സ്റ്റാർട്ട് ചെയ്താൽ അവനെ കൊണ്ടൊന്നത് മുന്നോട്ട് കൊണ്ടുപോകാനൊന്നും സാധിക്കില്ല. എനിക്കറിയാവുന്നതല്ലേ ഇവന്റെ ബുദ്ധി. കുറച്ച് ദിവസം കഴിഞ്ഞാൽ അവൻ കമ്പനി പൂട്ടിയെന്നൊക്കെ പറഞ്ഞ് വീണ്ടും അവൻ ടാക്സി ഓടിക്കാൻ തുടങ്ങും. ഇവന് പറ്റിയ പണി കാറോട്ടം തന്നെയാണ്, അല്ലാതെ എന്റെ പോലെ അത്ര വിവരമൊന്നും ഇവനില്ലല്ലോ. എന്റെ പോലെ ഇംഗ്ലീഷ് ഒന്നും ഇവൻ അറിയില്ലല്ലോ. അവൻ ബിസിനസ് തുടങ്ങിയിട്ട് തകർന്ന് പാപ്പരായി ഈ റോഡിലൂടെ ഒക്കെ നടക്കുന്നത് നമുക്ക് കാണാമെന്നൊക്കെ പറഞ്ഞ് സുധി ഇങ്ങനെ കളിയാക്കി ചിരിക്കണേ. ഇതേ സമയത്തിന് രവീന്ദ്രനെ ചന്ദ്രമതിയോട് ചോദിക്കുന്നുണ്ട്, എന്താ ചന്ദ്രേ, നീ ഒന്നും പറയുന്നില്ലേ? നിന്റെ 2ാമത്തെ മകനാണ് ഈ വലിയ കമ്പനി തുടങ്ങാൻ പോകുന്നത്. അതിനെ പറ്റിയിട്ട് നിനക്കൊന്നും ചോദിക്കാനും പറയാനുമില്ലേന്ന് ഇങ്ങനെ രവീന്ദ്രൻ ചോദിക്കുന്ന സമയത്തിന് ചന്ദ്രമതി പറഞ്ഞിട്ട്, ഞാൻ എന്ത് പറയാനാ? ഇവൻ എന്റെ മകനൊക്കെ ആയിരിക്കും, പക്ഷെ എന്റെ കണക്കിലേതായാലും സുധിയും ശ്രീകാന്തും മാത്രമേ ബുദ്ധിയുള്ള കൂട്ടത്തിലുള്ളൂ. അവരെ രണ്ടുപേരെ മാത്രമേ ഞാൻ പഠിപ്പിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് ഇവനെങ്ങാനും ബിസിനസ് തുടങ്ങിയാൽ തന്നെ എനിക്കതിൽ വലിയ പ്രതീക്ഷയൊന്നുമില്ല. എന്റെ കണക്കിൽ ഇവനക്ക് കാറോടിക്കൽ മാത്രമാണ് ഇവന് പറ്റിയ ജോലി. ഇനിയിപ്പോ അവൻ കമ്പനി തുടങ്ങുകയോ അത് പൊട്ടിപ്പോവോ എന്താന്ന് വെച്ചാൽ ആയിക്കോട്ടെ.
എന്നെ ഏതായാലും അതിലൊന്നും ഉൾപ്പെടുത്തണ്ടെന്നൊക്കെ പറഞ്ഞ് ചന്ദ്രമതി ഇങ്ങനെ സച്ചിനെ കൊച്ചാക്കി സംസാരിക്കാണ്. സച്ചി പറഞ്ഞിട്ട് അച്ഛ അമ്മയുടെ അനുഗ്രഹമൊന്നും എനിക്ക് വേണ്ട അച്ഛ, എനിക്ക് ഇഷ്ടം പോലെ അനുഗ്രഹിക്കാൻ എൻ്റെ അച്ഛൻ എനിക്ക് കൂടെയില്ലേ, അത് മതി എനിക്ക്. പിന്നെ എടാ ശ്രീകാന്തേ, കസ്റ്റമേഴ്സിനോടൊക്കെ എങ്ങനെ സംസാരിക്കണമെന്നൊക്കെ നീ എനിക്ക് നല്ലൊരു ട്രെയിനിങ് തരണം. അത്യാവശ്യം കുറച്ച് ഇംഗ്ലീഷും കൂടി നീ എന്നെ പഠിപ്പിക്ക്. അന്നേരം ശ്രീകാന്ത് പറഞ്ഞിട്ട് അതിനെന്താ ഏട്ടാ, ഏട്ടന് വേണ്ടിയിട്ട് കറക്റ്റ് കോച്ചിങ് ഒക്കെ ഞാൻ തന്നോളാം. അതോർത്തിട്ടൊന്നും ഏട്ടൻ ടെൻഷൻ അടിക്കണ്ട. പിന്നെ എൻ്റെ കൂടെ വർഷയുണ്ടല്ലോ, ഞങ്ങൾ രണ്ടുപേരും കൂടി ബിസിനസ്സിന് വേണ്ട കാര്യങ്ങളൊക്കെ ഏട്ടനെ പറഞ്ഞ് ട്രെയിൻ ചെയ്ത് പഠിപ്പിച്ചോളാമെന്നൊക്കെ പറയാണ്. അടുത്ത ആഴ്ച രേവതി ആരോടും പറയാതെ സച്ചിക്ക് വേണ്ടിയിട്ട് ഡ്രസ്സൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ടൗണിലേക്ക് പോകുന്നുണ്ട്. സച്ചിക്ക് കറക്റ്റ് മാച്ചായ പാൻറ്റും ഷർട്ടൊക്കെ എടുത്തുകൊണ്ടായിരിക്കട്ടെ രേവതി തിരികെ വരുന്നത്. ഇതേ സമയത്തിന്റെ ശ്രീകാന്തും വർഷയും ചേർന്ന് കൊടുത്തിട്ട് സച്ചിക്ക് ട്രെയിനിങ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. കമ്പനിയിൽ ഓരോ കസ്റ്റമേഴ്സ് വരുന്ന സമയത്തിന് അവരോട് എങ്ങനെ ബിഹേവ് ചെയ്യണം, അവർക്ക് എങ്ങനെ സംസാരിക്കണം എന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കട്ടോ ശ്രീകാന്തും വർഷയും ചേർന്ന് കൊടുത്തിട്ട് സച്ചിനെ എങ്ങനെ പഠിപ്പിച്ചു കൊടുക്കുന്നത്. അന്നേരം ആർക്കും ഡ്രസ്സെല്ലാം വാങ്ങിച്ചു കൊണ്ടതിന് രേവതി അങ്ങോട്ടേക്ക് കടന്നു വരുന്നത്. രേവതിയെ കണ്ടുകൊണ്ടതിന് സച്ചി ചോദിക്കുന്നുണ്ട്, രേവതി നീ എങ്ങോട്ടേക്ക് പോയി വരുവാണോ, നീ പൂ കൊണ്ടുപോയി കൊടുത്തിട്ട് വരുവാണോ എന്ന് ചോദിക്കും. അന്നേരം രേവതി പറഞ്ഞിട്ട്, ഇല്ല സച്ചിയേട്ടാ, ഞാൻ ഇന്ന് എങ്ങോട്ടേക്കും പൂ കൊടുക്കാനൊന്നും പോവില്ല. കാരണം ഇന്ന് എന്റെ ഭർത്താവ് പുതിയൊരു ബിസിനസ് തുടങ്ങാൻ പോവല്ലേ, ഇന്നത്തോടെ എന്റെ ഭർത്താവ് വലിയൊരാളാവാൻ പോവല്ലേ, അദ്ദേഹത്തിന് എന്റെ വക നല്ലൊരു ഡ്രസ്സ് എടുത്തു കൊടുക്കണ്ടേ, അതുകൊണ്ട് തന്നെ സച്ചിയേട്ടന് വേണ്ടിയിട്ട് ഞാൻ പാന്റ് ഷർട്ട് വാങ്ങാൻ പോയതാണെന്ന് പറയും. ദേ സച്ചിയേട്ടാ, ഇതാണ് ഞാൻ സച്ചിയേട്ടനെടുത്ത ഡ്രസ്സ്, ഇതെങ്ങനെയുണ്ട് നോക്കുന്നൊക്കെ പറഞ്ഞു കൊടുത്തിന് ആ ഒരു ഡ്രസ്സെല്ലാം തന്നെ രേവതി നേരെ സച്ചിയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. അന്നേരം സച്ചി ചോദിക്കുന്നതിന്, എന്തിനാ രേവതി നീ വെറുതെ കാശ് കളഞ്ഞ് ഇതൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നത്, ശരി ഞാൻ ഇട്ടുകൊണ്ട് വരാമെന്നൊക്കെ പറഞ്ഞ് സച്ചി ഏതായാലും ആ ഒരു ഡ്രസ്സെല്ലാം ഇട്ടുകൊണ്ട് അങ്ങ് പുറത്തേക്ക് വരികയാണ്. അങ്ങനെ പുതിയ പാൻറ്റും ഷർട്ടിട്ട് ഇങ്ങനെ സച്ചി വരുന്ന സമയത്ത് തന്നെ രേവതി പറഞ്ഞിട്ട്, ഇപ്പൊ സച്ചിയേട്ടനെ കാണാൻ നല്ല ലുക്കായിട്ടുണ്ട് എന്നൊക്കെ പറയണ രേവതി. ഇത് കേട്ടിട്ട് ഒട്ടും തന്നെ സഹിക്കുന്നില്ല കേട്ടോ ശ്രുതിക്ക്. ശ്രുതി പറഞ്ഞിട്ട്, ഏതായാലും എന്റെ ശ്രുതിയുടെ അത്രത്തോളൊന്നും ലുക്ക് വരില്ല എന്ന് പറയും. എന്റെ ശ്രുതി മാത്രമാണ് ഏത് ഡ്രസ്സ് ഇട്ടാലും നല്ല സ്മാർട്ട് ആയിട്ട് തോന്നുന്നത് എന്ന് പറയാട്ടെ ശ്രുതി. ഇവരെ കണ്ടാലേ ഏത് ഡ്രസ്സ് ഇട്ടാലും വെറും ഒരു കാർ ഡ്രൈവർ ആണെന്നേ തോന്നിക്കൊള്ളൂ എന്നൊക്കെ പറഞ്ഞ് ശ്രുതി ഇങ്ങനെ കളിയാക്കി ചിരിക്കും. അന്നേരം രേവതി പറഞ്ഞിട്ട്, ആയിക്കോട്ടെ ശ്രുതി, നിന്റെ കണ്ണിൽ ഏതായാലും നിന്റെ ഭർത്താവ് മാത്രമായിരിക്കും സ്മാർട്ട്, എന്നാൽ എന്റെ കണ്ണിൽ എന്റെ സച്ചിയേട്ടൻ മാത്രമാണ് എനിക്ക് സ്മാർട്ടായിട്ട് തോന്നുന്നത്. നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ഇറങ്ങാൻ നോക്ക് സച്ചിയേട്ടാന്നിങ്ങനെ രേവതി പറയുന്ന സമയത്തിന് സച്ചി പറഞ്ഞിട്ട്, എടാ സുധി, നീയും എന്റെ കൂടെ വാ, നീ നല്ലൊരു ബിസിനസ് മാൻ അല്ലേ, അപ്പോൾ എന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ നീയും കൂടെ ഉള്ളത് നല്ലതാണെന്നൊക്കെ പറയാണ് സച്ചി. അന്നേരം സുധി ചോദിക്കുന്നത്, ഞാൻ എന്തിനു നിന്റെ കൂടെ വരണം, നീ ഇപ്പോൾ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞപ്പോൾ എനിക്കതിപ്പോഴും വിശ്വാസം വന്നിട്ടില്ല. പിന്നെ നീ ഒരിക്കലും എന്നേക്കാൾ വലിയവനാവാനൊന്നും പോകുന്നില്ല, എനിക്കാണെങ്കിൽ കടയിൽ 100 കൂട്ടം തിരക്കുള്ളവനാണ്, നിനക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യാനുള്ളതെന്നല്ല എന്റെ ടൈം, നീ വാ ശ്രുതി എന്നൊക്കെ പറഞ്ഞ് ശ്രുതി ഏതായാലും ശ്രുതിയെ കൂട്ടിക്കൊണ്ട് അവരുടെ കടയിലേക്ക് പോകുന്നുണ്ട്. അന്നേരം സച്ചി പറഞ്ഞിട്ട്, അല്ലെങ്കിലും ഇവന്റെ സ്വഭാവം ഇങ്ങനെ തന്നെയല്ലേ അച്ഛാ, നിങ്ങൾ എന്റെ കൂടെ വാ, ശ്രീകാന്തെ നീ വർഷയും കൂട്ടിക്കൊണ്ട് എന്റെ കൂടെ വാ എന്നൊക്കെ പറഞ്ഞ രേവതിയും കൂട്ടിക്കൊണ്ടതിന് സച്ചി അവിടെ നിന്നും പോവാണ്. അന്നേരം ആ ഒരു കമ്പനിയുടെ ഉദ്ഘാടനത്തിന് രവീന്ദ്രൻ നിർബന്ധിച്ചു കൊണ്ടതിന് ചന്ദ്രമതയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ടേക്ക് പോകും. അങ്ങനെ കമ്പനിയുടെ ഉദ്ഘാടനമെല്ലാം കഴിഞ്ഞതിന് ശേഷം സച്ചി ആ ഒരു കമ്പനി നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഒരു മാസത്തോളം കമ്പനി നല്ല രീതിയിൽ തന്നെ റൺ ചെയ്ത് അതിൽ വലിയ ലാഭമുണ്ടാക്കി എല്ലാവർക്കും ഡ്രസ്സൊക്കെ വാങ്ങിച്ചുകൊണ്ടായിരിക്കട്ടെ സച്ചി തിരികെ വീട്ടിലേക്ക് വരുന്നത്. എല്ലാവർക്കും ഡ്രസ്സ് വാങ്ങിച്ചു കൊടുത്തതിന് ശേഷം നല്ലൊരു സാരി തന്നെ ചന്ദ്രക്ക് വാങ്ങിയിട്ട് കയ്യിൽ വെച്ച് കൊടുക്കുന്നുണ്ട് സച്ചി. എന്നാൽ അത് കാണുന്ന സമയത്തിന് ചന്ദ്രക്ക് അങ്ങ് ദേഷ്യം വരോടെ ചന്ദ്രമതി ചോദിക്കുന്നുണ്ട്, അയ്യേ ഇതെന്താ വില കുറഞ്ഞ സാരിയോ, ഇത്രയും ലോക്കൽ സാരികളൊന്നും ഞാൻ എടുക്കാറില്ല, ആർക്ക് വേണ്ടടാ നിന്റെ ഈ കച്ചറ സാരി എന്നൊക്കെ പറഞ്ഞു കൊടുത്തിന് ചന്ദ്ര ആ ഒരു സാരി എടുത്തങ്ങ് വലിച്ചെറിയാണ്. ഇത് കാണുമ്പോൾ രവീന്ദ്രൻ അങ്ങ് ദേഷ്യം വരട്ടെ രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട്, എന്താ ചന്ദ്ര ഇത്, അവൻ നിനക്ക് എത്രമാത്രം ഇഷ്ടത്തോടെ വാങ്ങിച്ചു തന്ന സാരിയാണിത്, അതൊന്നും നോക്ക് പോലും ചെയ്യാതെ നീ അങ്ങ് വലിച്ചെറിഞ്ഞോ, എത്ര ഭംഗിയുണ്ടത് കാണാൻ, പിന്നെ നീ എന്തിനാ ആ സാരി വലിച്ചെറിഞ്ഞത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് രവീന്ദ്രൻ അങ്ങ് ദേഷ്യപ്പെടും. അന്നേരം വർഷ വന്നിട്ട് ആ ഒരു സാരി എടുത്തിട്ട് അതിന്റെ പ്രൈസ് ടാഗ് നോക്കിക്കൊണ്ട് തന്നെ പറയുന്നുണ്ട്, ആന്റി ഇത് വില കുറഞ്ഞ സാരി ഒന്നുമില്ല, നിങ്ങൾ ഒരിക്കലും ഇത്രയും വില കൂടെ സാരി എടുത്തിട്ടൊന്നും ഞാൻ കണ്ടിട്ടില്ല, ഇതിന്റെ പ്രൈസ് ഒന്ന് നോക്ക്, ഇതിന് 50,000 രൂപയാണ്, സച്ചിയേട്ടൻ നിങ്ങൾക്ക് ആദ്യമായിട്ട് വാങ്ങിച്ചു തന്നതല്ലേ, ഇത്രയും വില കൂടിയ സാരി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിനു മുൻപേ ഈ വീട്ടിൽ വാങ്ങിച്ചു തന്നിട്ടുണ്ടോ എന്നിങ്ങനെ വർഷ ചോദിക്കുന്നതും കേട്ടുകൊണ്ടതിനെ ചന്ദ്രമതി ആകെ ഷോക്കായി നിൽക്കുകയാണ്. സുധി ബിസിനസ് തുടങ്ങിയിട്ട് ഇത്രയും കാലമായി ഇന്ന് വരെ 500 രൂപയിൽ കൂടുതൽ ഒരു സാരി വാങ്ങിച്ചു കൊടുക്കാനും സുധിക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. എന്നാൽ സച്ചി ഒരു ബിസിനസ് തുടങ്ങിയിട്ട് ഒരു മാസത്തിനകം തന്നെ 50,000 രൂപയുടെ സാരിയാണ് ആന്റിക്ക് വാങ്ങിച്ചു തന്നിരിക്കുന്നത്. ഇനിയിപ്പോ ഇതിനും വലിയ അപമാനം നമുക്കുണ്ടോ എന്നൊക്കെ ചോദിക്കാട്ടെ സുധിയോട് ശ്രുതി. ഇങ്ങനെയാണ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നതെങ്കിൽ അവൻ ഉടനെ തന്നെ ലക്ഷങ്ങൾ വില വരുന്ന കാറ് വാങ്ങുമെന്നാ തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മളൊന്നും ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല സുധി. ഇതേ സമയത്തിന്റെ രേവതി വന്ന് പറയുന്നുണ്ട്, അച്ഛനും അമ്മയൊന്നും അറിഞ്ഞില്ലേ, സച്ചിയേട്ടന്റെ പുതിയ കമ്പനി ഇപ്പൊ നല്ല രീതിയിലാണ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്, നാളെ തന്നെ സച്ചിയേട്ടൻ ഒരു കാറും കൂടെ വാങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ട്, ഒരു ലക്ഷറി കാറാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്.
രേവതിയുടെ സംസാരമെല്ലാം കേട്ടുകൊണ്ടതിന് ശ്രുതി ആകങ്ങ് വല്ലാതായി നിൽക്കുകയാണ്. താൻ മനസ്സിൽ കണ്ട കാര്യം തന്നെയല്ലോ സച്ചി ചെയ്യാൻ പോകുന്നത് എന്നൊക്കെ ചിന്തിച്ചിട്ട് സച്ചി വന്നിട്ട് ഇങ്ങനെ ചന്ദ്രമതിയോട് പറഞ്ഞിട്ട് അമ്മേ പ്ലീസ് അമ്മേ, അമ്മ എന്തായാലും ഈ സാരി എടുക്കണം. ഞാൻ ആദ്യമായിട്ട് അമ്മക്ക് എന്റെ ബിസിനസ് ലാഭം കൊണ്ട് വാങ്ങിച്ചു തന്ന സാരിയാണിത് എന്നൊക്കെ പറയും. ആ സമയത്തിന് ചന്ദ്രമതി ചോദിക്കുന്നുണ്ട് 50,000 രൂപയുടെ സാരിയോ, അതിന് നിനക്ക് എവിടുന്നാണ് ഇത്രമാത്രം പണം എന്നൊക്കെ ചോദിക്കും. എടാ നീ കമ്പനി തുടങ്ങിയിട്ട് ഒരു മാസമല്ലേ ആയുള്ളൂ, അപ്പോഴേക്കും നിനക്ക് ഇത്രമാത്രം പൈസ കിട്ടിയോ എന്നൊക്കെ ചോദിക്കാട്ടോ. ശ്രുതി പറഞ്ഞിട്ട് ഇത് ശരിക്കും മോഷണക്കാശാണ്, ആരുടെയോ പണം മോഷ്ടിച്ച് ഇവൻ കിട്ടിയ ലാഭമാണെന്നൊക്കെ പറഞ്ഞോണ പറഞ്ഞ് കൊണ്ടുതരുന്നത് അമ്മേ, ഇവനെ വെറുതെ വിശ്വസിക്കണ്ടെന്നൊക്കെ പറയട്ടെ ശ്രുതി. അന്നേരം സച്ചിക്കങ്ങ് ദേഷ്യം വരെയുടെ സച്ചി പറഞ്ഞിട്ട് എടാ മോഷ്ടിക്കുന്ന സ്വഭാവമൊക്കെ നിന്റെ രക്തത്തിലുള്ളതാണ്, അതൊരിക്കലും എനിക്ക് പകർന്നു കിട്ടിയിട്ടൊന്നുമില്ല. ഞാൻ സ്വന്തം അധ്വാനിച്ച് വാങ്ങിച്ച കാശ് കൊണ്ടാണ് എന്റെ അമ്മക്ക് സാരി വാങ്ങിച്ചു കൊടുത്തത്. പിന്നെ ഒരു മാസത്തിനുള്ളിൽ 3 കോടി രൂപയാണ് ഞാൻ ലാഭമുണ്ടാക്കിയിരിക്കുന്നത്. സച്ചിയുടെ വാക്ക് കേൾക്കുന്ന സമയത്തിന് ചന്ദ്രമതി ആകങ്ങ് ഷോക്കായി നിൽക്കണ. ചന്ദ്രമതി ചോദിക്കുന്നുണ്ട് എന്ത് 3 കോടി രൂപയോ? രവിയേട്ടാ ഇതൊരിക്കലും എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. അന്നേരം രേവതി പറഞ്ഞിട്ട് അതെ അമ്മേ, സച്ചിയുടെ നിങ്ങളുടെ മൂത്ത മകനെ പോലെ കള്ളം പറയുന്ന ആളൊന്നും അല്ല അമ്മേ. അദ്ദേഹം ഇത്ര പെട്ടെന്ന് വളർന്ന് അദ്ദേഹത്തിന്റെ കഠിനാധ്വാനം കൊണ്ട് മാത്രമാണ്. അമ്മ ഉറപ്പായിട്ടും ഈ സാരി സ്വീകരിക്കണമെന്നൊക്കെ പറഞ്ഞ് രേവതി ഇങ്ങനെ കെഞ്ചി പറയാണ് ചന്ദ്രയോട്. ചന്ദ്രമതിക്കാണെങ്കിൽ 50,000 രൂപയുടെ സാരി വാങ്ങിക്കണം ഉടുക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ടായിരുന്നു. അപ്പോഴേക്കും ശ്രുതി വന്ന് തടയുന്നുണ്ട്. ശ്രുതി വന്ന് പറയുന്നുണ്ട് ഇല്ല ആന്റി, ശ്രുതി വാങ്ങിച്ചു തന്ന സാരി മാത്രം ആന്റി എടുത്താൽ മതി. പിന്നെ സച്ചി ഉടനെ ബിസിനസ്സൊക്കെ പൊട്ടിയിട്ട് കാർ ഡ്രൈവറായി തന്നെ തിരിച്ചു വരും. കാരണം ഇവന്റെ ബിസിനസ്സൊക്കെ തകരാനേ ഒരു നിമിഷം മാത്രം മതി. ഇവിടെ ശ്രുതിക്ക് മാത്രമേ പഠിപ്പും വിവരം ബിസിനസ് മൈൻഡൊക്കെ ഉള്ളൂ, അത് ആന്റിക്കും അറിയാവുന്നതല്ലേ. അന്നേരം ശ്രുതിയുടെ വാക്കൊന്നും മൈൻഡ് ചെയ്യാതെ ചന്ദ്രമതി നേരെ ആ ഒരു സാരിയുടെ അടുത്തേക്ക് വന്ന് നോക്കുകയാണ്. ആ ഒരു സാരി നോക്കിയിട്ട് ചന്ദ്രമതി പറഞ്ഞിട്ട് ഇത് കൊള്ളാം മോളെ, ഞാൻ ആ സാരി അന്നേരം വലിച്ചെറിഞ്ഞത് തെറ്റായി പോയി. എന്തായാലും ഇവൻ എന്റെ മകനായി പോയില്ലേ, പിന്നെ ഇവൻ ഇത്രമാത്രം വില കൊടുത്ത് വാങ്ങിച്ച സാരിയല്ലേ, അതുകൊണ്ട് അത് വെറുതെ കളയണ്ട. ഞാൻ ഏതായാലും ഈ സാരി അങ്ങ് കൊടുത്തേക്കാം. ഇവൻ വലിയ പണക്കാരനായിട്ടുള്ള മട്ടുണ്ട്. എന്റെ 2 മക്കളെക്കാൾ ബുദ്ധിയും കഴിവുമുള്ളവൻ സച്ചിയാണെന്ന കാര്യം അവൻ തെളിയിച്ചില്ലേ, അവനിപ്പോ കോടീശ്വരനല്ലേ മോളെ. പിന്നെ നിന്റെ അച്ഛൻ മലേഷ്യയിലെ വലിയ കോടീശ്വരനായിട്ട് പോലും ഇന്ന് വരെ ഒരു 50,000 രൂപ സാരിയെങ്കിലും എനിക്ക് കൊടുത്തു വിട്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. സച്ചി ഇപ്പൊ വലിയ പണക്കാരനായത് കാണുമ്പോൾ എനിക്കൊരിക്കലും അവനോട് ഇപ്പൊ ദേഷ്യപ്പെടാനൊന്നും തോന്നുന്നില്ല. അവൻ ഇനിയും ഇതുപോലെ വില പിടിപ്പുള്ള സമ്മാനങ്ങളൊക്കെ എനിക്ക് തരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇനി മുതൽ ഞാൻ അവനെ നല്ലവണ്ണം നോക്കുന്നതാ നല്ലത്. അതിന്റെ ഗുണം ഏതായാലും ഈ കുടുംബത്തിനും കിട്ടാതിരിക്കില്ല. കാരണം അവനിപ്പോ പഴയ ടാക്സി ഡ്രൈവർ ഒന്നും അല്ലല്ലോ. അവന്റെ ബാങ്ക് അക്കൗണ്ടിൽ ഇപ്പൊ കോടികളിലുള്ളത് അതൊക്കെ കയ്യിൽ വരുന്നത് വരെ അവനെ സ്നേഹിക്കുന്നതാ നല്ലത് എന്നൊക്കെ പറയാണ് ചന്ദ്ര. മോളും അവന്റെ തള്ളിക്കളയാനൊന്നും നിൽക്കണ്ട, എല്ലാം ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണെന്നൊക്കെ കരുതിയിട്ട് അവന്റെ കയ്യിൽ നിന്ന് പണം കിട്ടുന്നത് വരെ നീയും അവന്റെ കൂടെ അങ്ങ് ചേർന്ന് നിൽക്കാൻ നോക്ക്. എല്ലാം വെറും ഒരു അഭിനയമായിട്ട് മാത്രം കരുതിയാ മതി. എന്നാൽ ചന്ദ്രമതി പെട്ടെന്നങ്ങ് കാലു മാറുന്നതും കണ്ടുകൊണ്ട് ഒട്ടും തന്നെ വിശ്വസിക്കാൻ കഴിയുന്നില്ലട്ടോ ശ്രുതിക്ക് ഭയങ്കര അങ്ങ് ദേഷ്യം വരണേ. ശ്രുതി ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് ഈ ആന്റി ആള് കൊള്ളാലോ, പണത്തിന് വേണ്ടിയിട്ട് ഈ ആന്റി എന്തും ചെയ്യും. എന്നിട്ട് ശ്രുതിയോട് പറഞ്ഞിട്ട് കണ്ടില്ലേ ശ്രുതി, ഇത്ര കാലം സച്ചി എന്ന് പറഞ്ഞ ഈ ആന്റിക്ക് കണ്ണെടുത്താ കണ്ടുകൂടായിരുന്നു. എന്നിട്ടിപ്പോ സച്ചിയുടെ കയ്യിൽ കോടികൾ വന്നു എന്ന് പറഞ്ഞപ്പോഴേക്കും പെട്ടെന്ന് ആന്റിയുടെ മനസ്സങ്ങ് മാറിയത് കണ്ടോ. ആന്റി ഇപ്പൊ സച്ചിനെ സ്നേഹിക്കാൻ തുടങ്ങിയില്ലേ. ഇനി സുധി നീ നോക്കിക്കോ, നിന്റെ സ്ഥാനം എന്തായാലും ഇനി ഈ വീടിന് തന്നെ പുറത്തായിരിക്കും. അതുകൊണ്ട് സച്ചിയുടെ ബിസിനസ് ഇനി ഒരിക്കലും വളരാൻ പാടില്ല. അതെങ്ങനെയെങ്കിലും നമ്മൾ പൊട്ടിച്ച് പാളീസാക്കണം, അല്ലെങ്കിൽ പിന്നെ ഈ വീട്ടിൽ നിന്റെ സ്ഥാനമാണ് ഇല്ലാതാവാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞു കൊടുത്തിന് സുധിയുടെ മനസ്സിൽ ഇങ്ങനെ വിഷം കുത്തി നിറക്കുന്ന ശ്രുതിയെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ.